Good morning, all. Good morning. Good morning, ma'am. ഇതെല്ലാം നോക്കിയാ ബയോമെഡിക്കൽ വേസ്റ്റ് നോക്കിയാ കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതാണ് ആരും പറയാത്തെ? നോക്കിയില്ല? നോക്കിയാ? യെസ്. പറഞ്ഞ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞേ ആരെങ്കിലും ഒന്ന്. പേര് വിളിക്കണ്ടല്ലോ, ആരെങ്കിലും ഒരാള് ഒന്ന് പറഞ്ഞേ. എന്താണ് ആരും പറയാത്തെ? അശ്വതി പറഞ്ഞേ, ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണ്? മനസ്സിലായത് പറഞ്ഞാൽ മതി. എനിക്ക് എന്തെങ്കിലും കിട്ടിയോന്ന് അറിയാനാണ്. ക്ലിയർ ആയിരുന്നു. പുരോഗമിച്ചു വരുന്ന മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെയും വർദ്ധിച്ചു വരുന്ന ഹോസ്പിറ്റൽസിൽ നിന്നും ധാരാളം വേസ്റ്റുകൾ ഉണ്ടാവും. അത് നല്ല രീതിയിൽ എന്താ പറയാ, എൻവിറോൺമെന്റൽ പൊല്യൂഷൻ ഒന്നും ഇല്ലാതെ നല്ല നിലയില് അതിനെ എന്താ പറയാ ഡിസ്പോസ് ചെയ്യുന്നതിനെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. അത് എന്താ നമുക്ക് ഡിസ്പോസ് ചെയ്യുക അതാണ്. പക്ഷെ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാല് ഈ ഹോസ്പിറ്റലുകളിൽ നിന്ന് അതല്ലെങ്കിൽ മെഡിക്കൽ കെയർ ഫെസിലിറ്റീസ് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ ഉൽപാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയും. ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള മെറ്റീരിയൽസ് വേസ്റ്റുകൾ ഒക്കെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ലബോറട്ടറീസ്, പിന്നെ എന്താണ്, ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ക്ലിനിക്കുകള്, പിന്നെ എന്താണ്, ടെസ്റ്റിംഗ് സെന്റേഴ്സ്, അവിടെ നിന്നൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകൾ ഉണ്ടല്ലോ. എന്താണ്? സിറിഞ്ചസ്, നീഡിൽസ്, മെഡിസിൻസ്, അങ്ങനെയുള്ള എന്താണ് ഈ ടെസ്റ്റുകൾ, ലബോറട്ടറി ടെസ്റ്റുകൾ നടത്തുന്ന സ്ഥലത്ത് എന്തുണ്ട്? ബോഡി ഫ്ലൂയിഡ്സുകൾ ഉണ്ടായിരിക്കും അല്ലെ? ബോഡി ഫ്ലൂയിഡ്സുകൾ, ടിഷ്യൂകൾ, സെൽസുകൾ, അങ്ങനെ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ പൊതുവായിട്ട് പറയുന്നതാണ് ബയോമെഡിക്കൽ വേസ്റ്റ്. ട്രീറ്റ്മെന്റിന്റെ സമയത്തോ അതല്ലെങ്കിൽ ഒരു സ്റ്റഡി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്താണ് റിസർച്ചുകൾ നടത്തുന്ന സമയത്തോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മെഡിക്കൽ വേസ്റ്റുകൾ ആണ് ബയോമെഡിക്കൽ വേസ്റ്റ്. ക്ലിയർ ആയിപ്പത്? ക്ലിയർ ആയോ? ഓക്കെ. അത് ബാക്കിയെടുക്കാലോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്നെല്ലാം എടുത്തല്ലേ. എന്താണ്? ഹാനികരമായ വേസ്റ്റുകളുടെ, ബയോമെഡിക്കൽ വേസ്റ്റുകളുടെ അളവ് കുറയ്ക്കുക. പിന്നെ എന്താണ്? മെഡിക്കൽ ഫീൽഡില് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരം ബയോമെഡിക്കൽ വേസ്റ്റുകളിൽ നിന്നുണ്ടാകുന്ന റിസ്കുകൾ കുറയ്ക്കുക. പിന്നെ എന്താണ്? ട്രീറ്റ്മെന്റിന്റെ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നതിനുള്ള ചിലവ് കുറയ്ക്കുക. പിന്നെ എന്താണ്? നോൺ ഹസാർഡസ്, എന്താണ്, ഹാനികരമല്ലാത്ത ജനറൽ വേസ്റ്റുകൾ റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യുക. ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആയില്ലേ? എത്രയും ഭാഗം? ഗാർബേജ് എന്ന് പറഞ്ഞ മാലിന്യം, വേസ്റ്റ്. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഹൂ ഈസ് അറ്റ് റിസ്ക്? ആർക്കൊക്കെയാണ് ഇതിൽ നിന്ന് അപകടങ്ങൾ സംഭവിക്കുന്നത്, റിസ്ക് ഉണ്ടാവുന്നത്? ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് ആർക്കൊക്കെയാണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റിൽ നിന്ന്, BMW നിന്ന്
റിസ്ക് ഉണ്ടാവുന്നത്, ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് ആർക്കൊക്കെയായിരിക്കും? മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെ, കൂടാതെ ആരാണ്? പബ്ലിക്കിന് അല്ലെ. എന്താണ്? ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്. പിന്നെ എന്താണ്? പേഷ്യൻസിന് അല്ലെ. ഓക്കെ, പേഷ്യൻസിന്. പിന്നെ ഹോസ്പിറ്റൽ സപ്പോർട്ട് സ്റ്റാഫുകൾക്ക് അല്ലെ, ഹോസ്പിറ്റലില് സപ്പോർട്ടിംഗ് ആയിട്ട് എന്താണ്? മെഷീനറീസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന്, ലാബുകളിൽ വർക്ക് ചെയ്യുന്നവര്, അങ്ങനെ ഒരുപാട് സെക്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്ക്. പിന്നെ സപ്പോർട്ട് സ്റ്റാഫ് വേസ്റ്റ് കളക്ഷൻ, എന്താണ്? വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്ന, ഓരോ സെക്ഷനിൽ നിന്നും വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ആളുകൾക്കും ഈ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്ന, സംസ്കരിക്കുന്ന സ്റ്റാഫുകൾക്കും. നെക്സ്റ്റ് ജനറൽ പബ്ലിക് ആൻഡ് ദി എൻവയോൺമെന്റ്. ഡിസ്പോസ് എന്ന് പറഞ്ഞാൽ സംസ്കരിക്കുക. ഓക്കെ, ഡിസ്പോസൽ സ്റ്റാഫുകൾക്കും. പിന്നെ ജനറൽ പബ്ലിക് ആൻഡ് ദി എൻവയോൺമെന്റ്, എന്താണ്? പബ്ലിക്കുകൾക്ക്, നമ്മുടെ പോലുള്ള പൊതുജനങ്ങൾക്കും. പിന്നെ എന്താണ്? എൻവയോൺമെന്റിനും. അത് എന്താണ്? സസ്യ ജന്തുജാലങ്ങൾക്ക്, ഫ്ലോറ ആൻഡ് ഫോണ. ക്ലിയർ ആയോ? ആർക്കൊക്കെയാണ്? ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്, പേഷ്യൻസ്, ഓക്കെ, പ്ലാന്റ്സ്, പേഷ്യൻസ്, ഹോസ്പിറ്റൽ സപ്പോർട്ടിംഗ് സ്റ്റാഫ്, എന്താണ്? വേസ്റ്റ് കളക്ഷൻ സ്റ്റാഫുകൾക്ക്, പിന്നെ ഡിസ്പോസൽ വേസ്റ്റ് ഡിസ്പോസൽ സ്റ്റാഫുകൾക്ക്, പിന്നെ ജനറൽ പബ്ലിക് ആൻഡ് എൻവയോൺമെന്റ്. നെക്സ്റ്റ് എടുക്കാലോ. സോഴ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഉറവിടങ്ങള്, സോഴ്സ് എന്തൊക്കെയാണ്? The primary contributor to the production of medical waste are primary and secondary source. മെഡിക്കൽ മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതില് പ്രാഥമിക സംഭാവന തരുന്നത് ആരാണ്? പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സുകളാണ്. പ്രാഥമികവും ദ്വിതീയവുമായ ഉറവിടങ്ങളാണ്. ഇനി നമുക്ക് പ്രൈമറി സോഴ്സസ് എവിടെ നിന്നാണെന്ന് നോക്കാം. പ്രാഥമിക ഉറവിടം, ഈ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ പ്രാഥമിക ഉറവിടം എവിടെയാണെന്ന് നോക്കാം. പ്രൈമറി സോഴ്സസ് ഇൻക്ലൂഡ് വേസ്റ്റ് ക്രിയേറ്റഡ് ഇൻ എ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് സെന്റേഴ്സ്, ഡയാലിസിസ് സെന്റേഴ്സ്, മെറ്റേണിറ്റി ഹോംസ്, ബ്ലഡ് ബാങ്ക്, റിസർച്ച് ലാബ്സ്, ഇമ്മ്യൂണൈസേഷൻ സെന്റേഴ്സ്, ഓട്ടോപ്സി സെന്റേഴ്സ് എക്സെട്ര. പ്രൈമറി ആയിട്ടുള്ള, പ്രാഥമികമായിട്ടുള്ള ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഉറവിടങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നഴ്സിംഗ് സെന്റേഴ്സ്, ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കോളേജുകൾ, പിന്നെ എന്താണ്? ഡയാലിസിസ് സെന്റേഴ്സ്, പിന്നെ മെറ്റേണിറ്റി ഹോംസ് അല്ലെ, പ്രഗ്നൻസി ലേഡികൾക്ക് ഉള്ള ശുശ്രൂഷ, അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്ന അങ്ങനെയുള്ള മെറ്റേണിറ്റി ഹോംസ്, ബ്ലഡ് ബാങ്കുകൾ, പിന്നെ എന്താണ്? റിസർച്ച് ലാബ്സ്, ഗവേഷണ ലാബുകള്, ഇമ്മ്യൂണൈസേഷൻ, പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കുന്ന സെന്റേഴ്സ് ഇല്ലേ, അങ്ങനെയുള്ള ഇമ്മ്യൂണൈസേഷൻ സെന്റേഴ്സ്, ഓട്ടോപ്സി സെന്റേഴ്സ്, എന്താണ്? പോസ്റ്റ്മോർട്ടം സെന്റേഴ്സ് ഒക്കെയാണ് പ്രാഥമിക ഉറവിടങ്ങൾ. ഈ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും എന്താണ്? പ്രാഥമിക ഉറവിടങ്ങളാണ്. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം. Next, the secondary sources on the other hand include household, എന്താണ്? ഗാർഹിക, നമ്മുടെ വീടുകളിൽ നിന്നുള്ളത്, പിന്നെ ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങളിൽ നിന്നുള്ളത്, പിന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ളത്. ക്ലിയർ ആയോ? പ്രൈമറി സോഴ്സ്, ബയോമെഡിക്കൽ വേസ്റ്റിന്റെ പ്രാഥമിക ഉറവിടങ്ങൾ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റല്, അതായത് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഇവിടെ. അപ്പൊ എന്താണ്? ഹോസ്പിറ്റല്, മെഡിക്കൽ കോളേജുകള്, നഴ്സിംഗ് സെന്റേഴ്സ്, ഡയാലിസിസ് സെന്റേഴ്സ്, മെറ്റേണിറ്റി ഹോംസ്, ബ്ലഡ് ബാങ്ക്, റിസർച്ച് സെന്റേഴ്സ്, പിന്നെന്താണ്? ഇമ്മ്യൂണൈസേഷൻ, പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കുന്ന സ്ഥലം, ഓട്ടോപ്സി, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സെന്റേഴ്സ് ഒക്കെ എന്താണ്? പ്രൈമറി സോഴ്സുകളാണ്. സെക്കൻഡറി സോഴ്സുകൾ ഏതാണ്? ഹൗസ് ഹോൾഡ് അല്ലെ, നമ്മുടെ ഗാർഹികമായി, നമ്മുടെ വീടുകളിൽ നിന്നുള്ള വേസ്റ്റുകള്, പിന്നെന്താണ്? ഇൻഡസ്ട്രീസ്, വ്യവസായിക മാലിന്യങ്ങള്, പിന്നെന്താണ്? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എന്താണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്. ക്ലിയർ ആയോ? അത് സോഴ്സസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്, ബയോമെഡിക്കൽ വേസ്റ്റിന്റെ സോഴ്സസ്, ഉറവിടങ്ങള്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റിനെ എങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, തരം തിരിക്കാം? 8 categories of medical waste are presented by the World Health Organization, WHO include. എന്താണ്?
ബയോമെഡിക്കൽ വേസ്റ്റിനെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO എട്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, തരം തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ജനറൽ വേസ്റ്റുകൾ. നമ്മൾ പറഞ്ഞില്ലേ ജനറൽ വേസ്റ്റുകൾ എന്താണ്? കാർഡ്ബോർഡുകൾ, പേപ്പേഴ്സ്, അങ്ങനെയുള്ള ഫുഡ് സ്ക്രാപ്സുകൾ, അങ്ങനെയുള്ള ജനറൽ വേസ്റ്റുകൾ. പാത്തോളജിക്കൽ വേസ്റ്റ് എന്താണ്? നമ്മുടെ ഡിസീസിലെ രോഗം നിർണയിക്കുന്നതിന് വേണ്ടിയിട്ടോ സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാത്തോളജിക്കൽ. പിന്നെ എന്താണ്? റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ, അങ്ങനെയുള്ള റേഡിയേഷൻ അല്ലെങ്കിൽ സ്കാനിങ്ങുകൾ ചെയ്യുമ്പോൾ വരുന്ന വേസ്റ്റുകൾ. കെമിക്കൽ വേസ്റ്റുകൾ, റിയേജൻസ്, അങ്ങനെയുള്ള കെമിക്കൽ വേസ്റ്റുകൾ. ഇൻഫെക്ഷൻസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷസ് വേസ്റ്റ് എന്താണ്? അണുബാധ ഉണ്ടായിട്ടുള്ള എന്താണ്? ബ്ലഡിൽ നിന്ന് അങ്ങനെയുള്ള ഇൻഫെക്ഷസ് വേസ്റ്റുകൾ. ഷാർപ്സ്, നീഡിൽസ്, സിറിഞ്ചസുകൾ, അങ്ങനെയുള്ളത്. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് മീൻസ് എന്താണ്? നമ്മുടെ മെഡിസിൻസ് അല്ലെ, എക്സ്പയറി ഡ്രഗ്സുകൾ, അങ്ങനെയുള്ള ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ. പ്രഷറൈസ്ഡ് കണ്ടെയ്നർ വേസ്റ്റ്. പ്രഷറൈസ്ഡ് കണ്ടെയ്നർ വേസ്റ്റ് മീൻസ് വേസ്റ്റ് മെയ്ഡ് അപ്പ് ഓഫ് both full or empty containers with pressurized liquids, gas or powered material including gas containers or aerosol cans. എന്താണ്? അത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, നമ്മ പ്രഷർ ചെയ്ത് കാണിട്ട് എടുക്കുന്നത്. സാധാരണ പുറത്തെ മർദ്ദത്തിനെക്കാട്ടും കൂടുതൽ മർദ്ദത്തില് എന്താണ് സൂക്ഷിക്കുന്ന വാതകങ്ങളോ ഗ്യാസുകളോ ഒക്കെയാണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ വേസ്റ്റുകൾ. നെക്സ്റ്റ് ക്ലിയർ ആയോ? അത് 8 ടൈപ്പ് വേസ്റ്റുകളാണുള്ളത്. ജനറൽ വേസ്റ്റ്, ഓക്കെ റിപ്പീറ്റ് ചെയ്യാം. ജനറൽ വേസ്റ്റ് സാധാരണ കാണുന്ന വേസ്റ്റുകൾ എന്താണ്? പേപ്പേഴ്സ്, കാർഡ്ബോർഡുകള്, പിന്നെ എന്താണ് ഓഫീസ് ഫർണിച്ചേഴ്സ്, അങ്ങനെയുള്ള ഫുഡ് സ്ക്രാപ്സുകൾ, അങ്ങനെയുള്ള വേസ്റ്റുകൾ. ജനറൽ വേസ്റ്റ് എന്താണ്? നമുക്ക് റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന വേസ്റ്റുകളാണ് ജനറൽ വേസ്റ്റ്. പിന്നെ പാത്തോളജിക്കൽ വേസ്റ്റ് നമ്മുടെ സ്റ്റഡി ചെയ്യുന്നതിനായിട്ട്, ഡിസീസ് സ്റ്റഡി ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? സെൽസുകളോ അല്ലെങ്കിൽ എന്താണ് ബ്ലഡുകളോ അങ്ങനെയുള്ള ഫ്ലൂയിഡ്സുകളൊക്കെ പാത്തോളജിക്കൽ വേസ്റ്റുകൾ. പിന്നെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ എന്താണ്? റേഡിയേഷനോ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളോ അങ്ങനെയുള്ള എന്താണ് സ്കാനിങ്ങുകൾ ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടാവുന്ന വേസ്റ്റുകൾ. പിന്നെ എന്താണ്? കെമിക്കൽ വേസ്റ്റ്. നെക്സ്റ്റ് ഇൻഫെക്ഷൻസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷസ് വേസ്റ്റ്. എന്താണ്? ഇൻഫെക്ഷൻ അണുബാധ സംഭവിച്ച വേസ്റ്റുകൾ. പിന്നെ ഷാർപ്സ് തിങ്സ് എന്തൊക്കെയായിരിക്കും? നീഡിൽസ്, സിറിഞ്ചസ്, ബ്രോക്കൺ കണ്ടെയ്നേഴ്സ് ഒക്കെ എന്താണ്? ഷാർപ്സുകളാണ്. എന്താണ്? മൂർച്ചയുള്ളത് അല്ലെ, അങ്ങനെയുള്ള വേസ്റ്റുകള്. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ എന്ന് പറഞ്ഞാല് മെഡിസിൻസുമായി ബന്ധപ്പെട്ട് എന്താണ്? എക്സ്പയറി ഡ്രഗ്സ് അല്ലെങ്കിൽ എക്സ്പയർഡ് വാക്സിൻസ്, അതൊക്കെ എന്താണ്? ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകളാണ്. പ്രഷറൈസ്ഡ് കണ്ടെയ്നർ വേസ്റ്റ്. എന്താണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് വേസ്റ്റ് എന്ന് പറഞ്ഞാല് സാധാരണ മർദ്ദത്തിൽ എന്താണ്? പുറമേയുള്ള അന്തരീക്ഷ മർദ്ദത്തിന് കാട്ടി കൂടുതൽ മർദ്ദത്തില് സൂക്ഷിക്കുന്ന ഗ്യാസുകള്, ലിക്വിഡ്സുകള്, അങ്ങനെയുള്ള കണ്ടെയ്നർ വേസ്റ്റ്. ക്ലിയർ ആയോ? ഗ്ലാസ് കണ്ടെയ്നേഴ്സില് അല്ലെങ്കിൽ എയറോസോൾ കണ്ടെയ്നേഴ്സിലൊക്കെ സൂക്ഷിക്കുന്ന വാതകങ്ങളോ അതല്ലെങ്കിൽ ഗ്യാസുകളൊക്കെയാണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എടുത്തോട്ടെ. ക്ലിയർ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് നോൺ ഹസാഡസ് വേസ്റ്റ്. ഹസാഡസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ദിവസം മിസ് പറഞ്ഞത് ഡേഞ്ചറസ് അല്ലെ, അപകടകരമായ അല്ലെ. അപ്പൊ നോൺ ഹസാഡസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപകടകരമല്ലാത്ത അല്ലെ, എന്താണ്? അധികം ഡേഞ്ചറസ് അല്ലാത്ത വേസ്റ്റുകള്. അതൊക്കെ എന്താണ്? അപ്രോക്സിമേറ്റ്ലി 85% ഓഫ് ഗാർബേജ് ജനറലി ഇൻ ദ മെജോറിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഈസ് നോൺ ഹസാഡസ് വേസ്റ്റ്. എന്താണ്? 85% വേസ്റ്റുകളും എന്താണ്? നോൺ ഹസാഡസ് വേസ്റ്റുകൾ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് ഉണ്ടാകുന്ന 85% വേസ്റ്റുകൾ എന്താണ്? നോൺ ഹസാഡസ് വേസ്റ്റുകളാണ്. ദിസ് ഇൻവോൾവ്സ് വേസ്റ്റ് ഓഫ് ഇൻസ്റ്റൻസ് ഫുഡ് സ്ക്രാപ്സ് ആൻഡ് ഫ്രൂട്ട് പീൽസ്,
along with the fruit peels, along with the wash water and paper cartons, packaging materials and so on. എന്തൊക്കെയാണ്? ഫുഡ് സ്ക്രാപ്സുകള്, ഫുഡ് വേസ്റ്റുകള്, ഫ്രൂട്ട്സിന്റെ പീലുകള്, തോലുകള്, പിന്നെന്താണ് വാഷ് വാട്ടർ കഴുകുന്ന വെള്ളം, പിന്നെന്താണ് പേപ്പർ കാർട്ടൻസ്, കാർട്ടൺ ബോക്സുകള്, പാക്കേജിംഗ് മെറ്റീരിയൽസ്, അങ്ങനെയുള്ളതൊക്കെയാണ് എന്താണ് നോൺ ഹസാർഡസ് വേസ്റ്റ്. അപ്പൊ ഇവയ്ക്ക് എന്ത് ചെയ്യാം? ഈ കാർട്ടൺ ബോക്സുകള്, പേപ്പേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റൂലേ? പറ്റോ? പേപ്പേഴ്സ് ഒക്കെ റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റോ? പറ്റും. അപ്പൊ എന്താണ് നോൺ ഹസാർഡസ് വേസ്റ്റ് എന്ന് പറഞ്ഞാല് എൻവിയോൺമെന്റിനും പിന്നെ മനുഷ്യർക്കും അല്ലെ എന്താണ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഹസാർഡസ് അപകടങ്ങള് വരാൻ സാധ്യതയില്ലാത്ത വേസ്റ്റുകളെ ആണ് നോൺ ഹസാർഡസ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 85% വേസ്റ്റുകൾ എന്താണ്? നോൺ ഹസാർഡസ് വേസ്റ്റുകളാണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കിയേ, ഹസാർഡസ് വേസ്റ്റ്, ഡേഞ്ചറസ് വേസ്റ്റ്. എന്താണ്? അപകടങ്ങൾ ഉണ്ടാക്കുന്ന വേസ്റ്റുകൾ. ഹസാർഡസ് വേസ്റ്റ് മൈറ്റ് കൺസിസ്റ്റ് ഓഫ് ലിക്വിഡ്, solids, liquids, sludges or contained gases, and they are principally produced by hospitals and other industrial activities. They may have damage during insufficient procedures for storage, transportation, treatment or disposal operation. എന്താണ്? ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഹസാർഡസ് വേസ്റ്റിൽ ഉൾപ്പെടുന്നത് എന്താണ്? സോളിഡുകള്, ലിക്വിഡുകള്, പിന്നെന്താണ്? സ്ലഡ്ജസ്, ചെളി, അങ്ങനെയുള്ളത്, പിന്നെന്താണ്? കണ്ടെയ്നർഡ് ഗ്യാസുകള്. ഇവയൊക്കെ എന്താണ്? പ്രിൻസിപ്പലി പ്രൊഡ്യൂസ്ഡ് ബൈ ഹോസ്പിറ്റൽസ് ഓർ അതർ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്. എന്താണ്? വ്യവസായികമായോ അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സോളിഡുകള്, ലിക്വിഡുകള്, സ്ലഡ്ജസ്, പിന്നെന്താണ്? കണ്ടെയ്നർഡ് ഗ്യാസുകളൊക്കെയാണ് അപകടകരമായ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകള്. They may harm damage during insufficient procedures. ഏതൊക്കെ ടൈമിലാണ്, ഏതൊക്കെ നടപടികൾ എന്താണ്? ഇവക്ക് സ്റ്റോറേജ് ചെയ്യുമ്പോൾ, സംഭരിക്കുമ്പോൾ, ട്രാൻസ്പോർട്ടേഷൻ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ, ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ, ചികിത്സിക്കുന്ന സമയത്ത് ഉപയോഗിക്കുമ്പോൾ, ഡിസ്പോസൽ ഓപ്പറേഷൻസ്, എന്താണ്? സംസ്കരണ സമയത്തുമൊക്കെയാണ് ഇതിന്റെ ഡാമേജ്, ഹാംഫുൾ എഫക്റ്റ് മറ്റുള്ളവർക്ക്, അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ആളുകൾക്ക് ഏൽക്കുന്നത്. ക്ലിയർ ആയോ? വ്യവസായിക ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആക്ടിവിറ്റീസിൽ നിന്ന് അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സോളിഡ്, ഖര, ദ്രാവക വേസ്റ്റുകള്, സ്ലഡ്ജസ്, ചെളികള്, അങ്ങനെയുള്ളത്, പിന്നെന്താണ്? കണ്ടെയ്നർഡ് ഗ്യാസുകള് ഒക്കെയാണ് ഹസാർഡസ് വേസ്റ്റുകള്, അപകടകരമായ മാലിന്യങ്ങള്. ഇത് എപ്പോഴൊക്കെയാണ് ഇതിൽ നിന്ന് റിസ്ക് ഉണ്ടാകുന്നത്? സ്റ്റോറേജ് ചെയ്യുമ്പോൾ അല്ലെ, സംഭരിക്കുമ്പോൾ, ട്രാൻസ്പോർട്ടേഷൻ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ, ട്രീറ്റ്മെന്റിന്റെ സമയത്ത് ഈ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ട്രീറ്റ്മെന്റ്, ചികിത്സ ചെയ്യുമ്പോൾ, പിന്നെ എന്താണ്? ഡിസ്പോസൽ ഓപ്പറേഷൻ, എന്താണ്? സംസ്കരണം ചെയ്യുമ്പോൾ, ഈ വേസ്റ്റുകള് സംസ്കരിക്കുമ്പോഴൊക്കെയാണ് ഇതിൽ നിന്ന് റിസ്ക് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നത്. ക്ലിയർ ആയോ? കഴിഞ്ഞ ദിവസം പറഞ്ഞത് മിസ്, ബയോമെഡിക്കൽ വേസ്റ്റിനെ നമ്മൾ രണ്ടായി തരം തിരിക്കുന്നുണ്ട്. ഹസാർഡസ് വേസ്റ്റ് ആൻഡ് നോൺ ഹസാർഡസ് വേസ്റ്റ്. ഹസാർഡസ് വേസ്റ്റിനെ നമ്മൾ രണ്ടായി തരം തിരിക്കുന്നുണ്ട്. ഇൻഫെക്ഷസ് വേസ്റ്റും അതർ ഹസാർഡസ് വേസ്റ്റും. ഇൻഫെക്ഷസ് വേസ്റ്റില് നോൺ ഷാർപ്പ് അല്ലാത്ത മെറ്റീരിയൽസ്, അതല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഒക്കെയാണ് അത്. പിന്നെ പ്ലാസ്റ്റിക് ഡിസ്പോസുകള്, പ്ലാസ്റ്റിക്കുകള്, പിന്നെ ലിക്വിഡ് വേസ്റ്റുകൾ നമ്മൾ പറഞ്ഞില്ലേ, എന്താണ്? ബോഡി ഫ്ലൂയിഡ്സുകള്, അങ്ങനെയുള്ള ലിക്വിഡ് രൂപത്തിലുള്ള വേസ്റ്റുകള് ചികിത്സിക്കുന്ന സമയത്തോ, ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്തോ, അതല്ലെങ്കിൽ എന്താണ് ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്തോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന
ലിക്വിഡ് രൂപത്തിലുള്ള വേസ്റ്റുകളാണ് ലിക്വിഡ് വേസ്റ്റുകൾ. എന്താണ്? ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ലിക്വിഡ് വേസ്റ്റ് ഉണ്ടാവില്ലേ, ബ്ലഡുകൾ, അങ്ങനെയുള്ള വേസ്റ്റുകള് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് എന്താണ് ബ്ലഡ് എടുക്കും, യൂറിൻ എടുക്കും അല്ലെ, സെറം എടുക്കും, അങ്ങനെയുള്ള വേസ്റ്റുകള് ഒക്കെ എന്താണ് ലിക്വിഡ് വേസ്റ്റുകളാണ്. ക്ലിയർ ആയോ? പിന്നെ അതർ ഹസാർഡസ് വേസ്റ്റുകൾ എന്താണ്? റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ, റേഡിയേഷൻ ചെയ്യുന്ന സമയത്തോ ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസുകൾ പോലുള്ള വേസ്റ്റുകള്. ഡിസ്കാർഡഡ് വേസ്റ്റുകൾ എന്താണ്? പൊട്ടിയ ഗ്ലാസ്, എന്താണ് ഡാമേജ് സംഭവിച്ച ഗ്ലാസ് കണ്ടെയ്നേഴ്സ്, ഓക്കെ. പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് എന്താണ്? സാധാരണ മർദ്ദത്തിൽ കൂടുതൽ മർദ്ദത്തിൽ എന്താണ് വല്ല ലിക്വിഡ്സിനെ അതല്ലെങ്കിൽ ഗ്യാസിനെയൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സ്. കെമിക്കൽ വേസ്റ്റുകൾ എന്താണ്? നമ്മുടെ മെഡിസിൻസിൽ നിന്നുള്ളതോ അങ്ങനെയുള്ള വേസ്റ്റുകള് എന്താണ്? നമുക്ക് ഡേഞ്ചറസ് ആയി നമുക്ക് സെൽസുകൾക്ക് ഡാമേജ് വരാൻ സാധ്യതയുള്ള കെമിക്കൽ വേസ്റ്റുകൾ. സൈറ്റോടോക്സിക് വേസ്റ്റുകൾ എന്താണ്? ക്യാൻസറുകൾ ഡാമേജ് വരാനും ക്യാൻസർ വരാനും ഒക്കെ സാധ്യതയുള്ള സൈറ്റോടോക്സിക് വേസ്റ്റുകൾ എന്താണ്? നമ്മുടെ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് എന്താണ്? സൈറ്റോടോക്സിക് ഡ്രഗ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ക്യാൻസറിന് എന്താണ്? സൈറ്റോടോക്സിക് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്താണ്? ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് മറ്റുള്ളവർക്ക് കേട്ടാ. പിന്നെന്താണ്? റെസ്പിറേഷൻ മാസ്കുകളൊക്കെ ഡിസ്പോസ് ചെയ്യുന്ന സമയത്തുള്ള പിന്നെ ഗ്ലൗസുകൾ, നീഡിൽസ്, ഇതൊക്കെ എന്താണ്? നമുക്ക് സൈറ്റോടോക്സിക് വേസ്റ്റുകളാണ് ഇതെല്ലാം. പിന്നെ ഇൻസിനറേറ്റഡ് ആഷ്, നമ്മൾ കത്തിക്കുമ്പോ ഉണ്ടാകുന്ന ചാരം, ഇൻസിനറേറ്ററിൽ വെച്ച് കത്തിക്കുമ്പോ ഉണ്ടാകുന്ന ചാരം. ക്ലിയർ ആയോ? ഇതിന് നോട്ട്സ് തരാം മിസ്, എഴുതിയെടുത്തോ. നോട്ട് വേണോ ഇതിന്റെ എല്ലാം? വേണോ? ഹസാർഡസ് വേസ്റ്റ് എന്താണ്, ലിക്വിഡ് വേസ്റ്റ് എന്താണ്, അങ്ങനെയുള്ള നോട്ട്സ് വേണോ? അന്ന് എഴുതിയെടുത്തോ. പറയോട്ടെ മിസ്, പറഞ്ഞോട്ടെ. ഓക്കെ, എഴുതിക്കോ. ഹസാർഡസ് വേസ്റ്റ്. Hazardous waste. Hazardous waste. Hazardous waste. Hazardous waste is waste that must be handled. That must be handled properly. Handled properly to avoid damaging human health or the environment. Human health or the environment. നല്ല രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ഹെൽത്തിന്, മനുഷ്യരുടെ ഹ്യൂമൻസിന്റെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ എൻവിയോൺമെന്റിന് ഹാനികരം സംഭവിക്കാൻ സാധ്യതയുള്ള വേസ്റ്റുകളെയാണ് ഹസാർഡ് വേസ്റ്റ് എന്ന് പറഞ്ഞത്. ഹ്യൂമൻ ഹെൽത്ത് ഓർ ദി എൻവിയോൺമെന്റ്. ഓർ ദി എൻവിയോൺമെന്റ്. അന്തരീക്ഷത്തിന്, എൻവിയോൺമെന്റിന് അല്ലെങ്കിൽ ഹ്യൂമൻ ഹെൽത്തിനോ ഹാനികരം സംഭവിക്കാൻ സാധ്യതയുള്ള വേസ്റ്റുകളെ, മാലിന്യങ്ങളെയാണ് ഹസാർഡസ് വേസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാവരും നെക്സ്റ്റ് ലിക്വിഡ് വേസ്റ്റ്.
hazardous waste. ഒരു മിനിറ്റ്, ഞാൻ റിപ്പീറ്റ് ചെയ്യണേ. hazardous waste. Hazardous waste is waste that must be handled properly to avoid damaging human health or the environment. Okay. Liquid waste. It can be liquid waste. It can be defined as such liquids as wastewater, fats, oil or grease, fluids and sludges. എന്തിന്റെയാണ് സ്പെല്ലിംഗ്? സ്ലഡ്ജസ് ആണ്. SLUDGES, sludges. Okay, liquid waste can be defined as such liquids as wastewater, fats, oil or grease, ഫ്ലൂയിഡ്സിന്റെ കൂടെ കണ്ടാമിനേറ്റഡ് ഫ്ലൂയിഡ്സ് എന്ന് എഴുതാം. കണ്ടാമിനേറ്റഡ് ഫ്ലൂയിഡ്സ്, and sludges. SLUDGES. ചെളി, സ്ലഡ്ജസ്, ചെളി. Fluids and contaminated fluids and sludges. നെക്സ്റ്റ് പറയട്ടെ, കിട്ടിയ എല്ലാവർക്കും? റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. Radioactive waste is a type of hazardous waste. Is a type of hazardous waste. Is a type of hazardous waste that contains
that contain radioactive material. Radioactive material. Radioactive material. Radioactive waste. Radioactive waste is a result of many activities. Is a result of many activities. Okay. Radioactive waste. Radioactive waste is a type of hazardous waste. Is a type of hazardous waste that contains radioactive materials. Radioactive materials നിന്നുണ്ടാകുന്ന വേസ്റ്റുകളാണ് radioactive waste. Radioactive waste is a result of radioactive waste is a result of many activities including nuclear medicine, nuclear research, nuclear medicine, nuclear research, radiation activities, etc. Okay, discarded glass broken ആയ ഗ്ലാസ് കണ്ടെയ്നേഴ്സോ ഗ്ലാസ് പാത്രങ്ങൾ അങ്ങനെയുള്ളതൊക്കെയാണ് ഡിസ്കാർഡഡ് ഗ്ലാസുകൾ. പിന്നെ പ്രഷറൈസ്ഡ് കണ്ടെയ്നർ. നെക്സ്റ്റ് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ. Pressurized container. It is a container that holds radioactive waste ആണോ റിപ്പീറ്റ് ചെയ്യേണ്ടത്? radioactive waste ആണോ? പ്രഷറൈസ്ഡ് കണ്ടെയ്നറോ? It is a container that holds a substances under high pressure such as liquids or gas, The pressure inside the container
inside the container, the pressure inside the container is higher than the pressure outside. The pressure inside the container is higher than the pressure outside. The pressure outside. It is a container that holds a substances under high pressure, such as liquid or gas. The pressure inside the container holds the pressure inside the container is higher than the pressure outside. അടുത്ത പറയാലോ, കെമിക്കൽ വേസ്റ്റ്. കെമിക്കൽ വേസ്റ്റ്. Chemical waste, chemical waste. Chemical waste in healthcare. In healthcare, can include a variety of types of medical waste, such as pharmaceutical waste, sharp waste, reagents, and anatomical waste. Anatomical waste. ANATOMICAL waste. ANATOMICAL. Anatomical waste എന്താണെന്ന് വേണോ? Anatomical waste എന്ന് പറഞ്ഞാല് ബോഡി പാർട്സുകള്, ബ്ലഡുകള് സ്റ്റോറേജ് ചെയ്യുന്ന ബ്ലഡ് ബാഗുകള്, ബ്ലഡ് പ്രിസർവേറ്റ്സ് എന്നൊക്കെ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റ് ആണ് അനാട്ടോമിക്കൽ വേസ്റ്റ്. ഷാർപ്പ് വേസ്റ്റ്, reagents and anatomical waste. Reagents and anatomical waste. Anatomical waste വേണമെങ്കിൽ എഴുതിയെടുത്തോ. Anatomical waste.
It includes body parts. It is include body parts, blood bags, and blood preserves. Hemoglobin അങ്ങനെയുള്ള blood preserves and is often associated with surgical procedures. Sorry. It includes body parts, blood bags. It includes body parts, blood bags, and blood preserves, and is often associated with surgical procedure. With the surgical procedure. Blood preserves. ഒന്നുകൂടെ പറയണോ? It includes body parts, blood bags, and blood preserves, and is often associated with surgical procedure. Next പറയട്ടെ, cytotoxic waste. Cytotoxic waste is hazardous waste. Cytotoxic waste is hazardous waste that contain substances that are toxic to cell, toxic to cells, and can cause cell and can cause harm, harm. It is not disposed of properly and can cause harm if not disposed of properly. Cytotoxic waste. Next, cytotoxic waste can include cytotoxic drugs, respirator mask, gloves, syringes, etc. Respirator mask,
റെസ്പിറേറ്റർ മാസ്ക്, ഗ്ലൗസ്, സിറിഞ്ചസ് എക്സെട്ര. Cytotoxic waste is hazardous waste that contain substances that are toxic to cells and can cause harm if not disposed of properly. It can include cytotoxic drugs, respirator mask, gloves, syringes, needles, etc. Incinerator ash. It is a residue from burning solid waste It is a residue from burning solid waste in incinerator. It is a residue from burning solid waste in incinerator. Incinerator solid waste കത്തിക്കുമ്പോൾ കിട്ടുന്ന അവശിഷ്ടം ആണ് ഇൻസിനറേറ്റർ ആഷ്. ഇൻസിനറേറ്റർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടാവും. റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ അവശിഷ്ടം. RESIDUE റെസിഡ്യൂ. നമ്മൾ ചില സമയത്തൊക്കെ കാണാൻ പറ്റും സിസ്റ്റർമാര് നമ്മളെ ഇൻജെക്ട് ചെയ്തിട്ട് അല്ലെ, നമ്മുടെ കുത്തി വെച്ചും കാണിട്ട് ആ ഒരു മെഷീൻ പോലത്തെ ഒരു സാധനത്തിൽ ആ സിറിഞ്ച് കയറ്റി വെക്കുന്നത്. അപ്പൊ തന്നെ അത് എന്ത് ചെയ്യും? ബേൺ ചെയ്തു പോകും, കത്തി അങ്ങോട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ കണ്ടിട്ടുണ്ടാവും. അതാണ് ഇൻസിനറേറ്റർ. പിന്നെ ഈ മൃതദേഹങ്ങൾ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ കറണ്ടില് ദഹിപ്പിക്കൂലേ, അതൊക്കെ എന്താണ്? ഇൻസിനറേറ്റർ ആണ്. വേസ്റ്റുകള് കത്തിച്ച് കളയാൻ ഉപയോഗിക്കുന്ന മെഷീൻസ് ആണ് ഇൻസിനറേറ്റർ. ക്ലിയർ ആയോ? ഈ നോട്ട്സ് തരുന്ന എന്തിനാണ്? നമുക്ക് എന്തെങ്കിലും ഈ PDF നോക്കുമ്പോ ഈ കോപ്പി നോക്കുമ്പോ എന്തെങ്കിലും ഡൗട്ട്സുകൾ വരികയാണെങ്കിൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലാസ്റ്റ് വൺ കിട്ടില്ല. ഇൻസിനറേറ്റർ it is a residue from burning solid waste in incinerator. ഖരമാലിന്യങ്ങൾ വേസ്റ്റുകള് കത്തിക്കുമ്പോൾ കിട്ടുന്ന അവശിഷ്ടമാണ് ഇൻസിനറേറ്റർ ആഷ്. കിട്ടിയല്ലോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ബോക്സ്. ഓക്കെ, ബയോളജിക്കൽ ഇൻഫെക്ഷസ് റിസ്ക്, കെമിക്കൽ റിസ്ക്. ബയോളജിക്കൽ റിസ്ക് എന്താണ്? ഷാർപ്സ് വേസ്റ്റുകള്, ഇൻഫെക്ഷസ് വേസ്റ്റ്, പാത്തോളജിക്കൽ വേസ്റ്റുകൾ. ഷാർപ്പ് വേസ്റ്റുകൾ എന്താണ്?
നീഡിൽസ്, ബ്ലേഡ്സുകള്, ബ്രോക്കൺ ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നേഴ്സോ ഗ്ലാസ് മെറ്റീരിയൽസ് ഒക്കെയാണ് ബ്രോക്കൺ. നെക്സ്റ്റ് ഇൻഫെക്ഷസ് വേസ്റ്റുകൾ, ഇൻഫെക്ഷൻസ് ആയ എന്താണ് വേസ്റ്റ് കണ്ടാമിനേറ്റഡ് വിത്ത് ബ്ലഡ്, എന്താണ് ബ്ലഡിനാല് രക്തത്താല് മലിനമായ വേസ്റ്റുകൾ, കോട്ടൺസ്, ക്ലോത്തുകൾ, അങ്ങനെയുള്ള എന്തെങ്കിലും വേസ്റ്റ് കണ്ടാമിനേറ്റഡ് വിത്ത് ബ്ലഡ്സ്, കൾച്ചേഴ്സ്, എന്താണ് നമുക്ക് കൾച്ചർ ചെയ്യുന്നുണ്ട് അല്ലെ, ബ്ലഡ് യൂറിനൊക്കെ കൾച്ചർ ചെയ്യും, അപ്പൊ അതിൽ നിന്ന് ഉണ്ടാകുന്ന വേസ്റ്റുകൾ, കൾച്ചർ വേസ്റ്റുകൾ. ഐസൊലേഷൻ, ഐസൊലേഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് അതിന്റെ ദിവസം പറഞ്ഞില്ലേ ഒരു പഠിച്ചപ്പോ ഐസൊലേഷൻ ഏരിയ എന്ന് പറഞ്ഞല്ലേ, എന്താണ് സാംക്രമിക അസുഖങ്ങൾ, അല്ലെങ്കിൽ എന്താണ് നിപ്പ വന്നപ്പോ, അതല്ലെങ്കിൽ കൊറോണ വന്നപ്പോ നമ്മൾ ഐസൊലേഷൻ ഏരിയയിൽ കിടക്കുക. ആദ്യം വന്നവരെന്താണ് ഐസൊലേഷൻ ഏരിയയിലല്ലേ കിടത്തത്, കോവിഡ്. അപ്പൊ എന്താ ആ ഐസൊലേഷൻ ഏരിയയിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ, ഇൻഫെക്ഷസ് ആയ വേസ്റ്റുകൾ, അണുബാധയുള്ള വേസ്റ്റുകൾ. പിന്നെ പാത്തോളജിക്കൽ വേസ്റ്റ് നമ്മൾ പറഞ്ഞ സ്റ്റഡി ഓഫ് ഡിസീസ് ആണ് പാത്തോളജി എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും ബോഡി പാർട്സുകൾ, ഹ്യൂമൻ ടിഷ്യൂസ്, ആനിമൽ കാർക്കീസുകള്, ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ എന്താണ് പാത്തോളജിക്കൽ വേസ്റ്റ് ആണ്. ക്ലിയർ ആയോ ആ ബോക്സ്? ബയോളജിക്കൽ റിസ്ക്, ആ ബോക്സ് ക്ലിയർ ആയോ? ബയോളജിക്കൽ റിസ്കിൽ എന്തൊക്കെയാ പെടുന്നത്? ഷാർപ്പ് വേസ്റ്റ് വരുന്നുണ്ട്, ഇൻഫെക്ഷസ് വേസ്റ്റുകൾ വരുന്നുണ്ട്, പാത്തോളജിക്കൽ വേസ്റ്റ് നമ്മളുടെ എന്താണ് സ്റ്റഡി ചെയ്യുന്നതിന് അല്ലെ. ഇനി കെമിക്കൽ റിസ്ക് എന്തൊക്കെയാണ്? കെമിക്കൽ റിസ്കിൽ എന്തൊക്കെയായിരിക്കും? കെമിക്കൽ സബ്സ്റ്റൻസുകളൊക്കെ ആയിരിക്കും അല്ലെ വരുന്നത്. അപ്പൊ കെമിക്കൽ സബ്സ്റ്റൻസുകൾ ഏതൊക്കെയൊക്കെ ആയിരിക്കും? നമ്മൾ ഡ്രഗ്സിൽ ഉണ്ടാവൂലേ, ഇല്ലേ? പിന്നെന്താണ് ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന കെമിക്കൽസ് അല്ലെ, റിയേജൻസ്, അതൊക്കെ എന്താണ് കെമിക്കൽ റിസ്ക് ആണ് അല്ലെ. പിന്നെന്താ റേഡിയേഷന്റെ സമയത്ത് ഉണ്ടാവുന്ന റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ. ക്ലിയർ ആയോ? ബയോളജിക്കലും കെമിക്കലും. ബയോളജിക്കൽ എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് ഡിസീസ്, നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട അല്ലെ. എന്താണ് ആരൊന്നും പറയാത്തെ? ജീവശാസ്ത്രം സ്റ്റഡി. നമ്മുടെ കെമിക്കൽ എന്ന് പറഞ്ഞാല് കെമിക്കൽ ആയിട്ടുള്ള വേസ്റ്റുകൾ. എന്താണ് കെമിക്കൽ റിസ്ക്? ഫാർമസ്യൂട്ടിക്കൽ റിസ്ക് അതിലേതൊക്കെയാണ്? എക്സ്പയർഡ് ഡ്രഗ്സുകൾ, എക്സ്പയർഡ് വാക്സിൻസ്, സൈറ്റോടോക്സിക് വേസ്റ്റുകൾ നമ്മൾ പറഞ്ഞല്ലേ, റെസ്പിറേഷൻ മാസ്കുകള്, ഗ്ലൗസുകള്, നീഡിൽസ്, സിറിഞ്ചസ്, അങ്ങനെയുള്ളത്. പിന്നെ കെമിക്കൽ വേസ്റ്റ്, കെമിക്കൽ വേസ്റ്റ് എന്തൊക്കെയാണ്? കെമിക്കൽ സോൾവെന്റ്, കെമിക്കൽ റിയേജൻസുകൾ അല്ലെ. പിന്നെ മെർക്കുറി, ക്ലീനേഴ്സ്, ക്ലീനിങ് മെറ്റീരിയൽസ്, ബാറ്ററീസ്. പിന്നെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, റേഡിയോ ന്യൂക്ലിയസ്. ക്ലിയർ ആയോ ബോക്സ്? ഓക്കെ. ഇത്രയും ഭാഗം ഒന്ന് നോക്കിയേ, കുറച്ചെടുക്കുന്നുള്ളൂ. ബയോ മെഡിക്കൽ വേസ്റ്റ് നിങ്ങൾക്ക് ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഡൗട്ട്സ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ചാപ്റ്റർ കഴിഞ്ഞ ചാപ്റ്റേഴ്സിനേലും കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ട്. എന്താ ബുദ്ധിമുട്ടുണ്ടാ? എളുപ്പമാണോ? സിമ്പിൾ ആണോ? സിമ്പിൾ ആണോ? അതുകൊണ്ടാണ് മിസ് പതുക്കെ പതുക്കെ എടുക്കുന്നുള്ളൂ, കുറച്ചീശ് എടുക്കുന്നുള്ളൂ ഈ ചാപ്റ്റർ. അപ്പൊ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിച്ചോ? കുഴപ്പമില്ല. ഓക്കെ. ഇപ്പൊ അടുത്ത ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? വേസ്റ്റുകളാണല്ലേ ഫുള്ള് ഇതില് പഠിക്കാൻ. പാത്തോളജി, പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കഴിഞ്ഞ ദിവസം സ്റ്റഡി ലബോറട്ടറി പഠിച്ചപ്പോ പഠിച്ചല്ലേ, സ്റ്റഡി ഓഫ് ഡിസീസ് അല്ലെ. അപ്പൊ സ്റ്റഡി ഓഫ് ഡിസീസ്, അസുഖം മനസ്സിലാക്കാനായിട്ട് സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയായിരിക്കും അതിൽ ഉൾപ്പെടുന്നത്? ടെസ്റ്റുകളൊക്കെ പെടും അല്ലെ. അപ്പൊ എന്താണ് ടെസ്റ്റുകൾ ചെയ്യാൻ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ബോഡി പാർട്സുകൾ, ഹ്യൂമൻ ടിഷ്യൂസ് അല്ലെ. പിന്നെന്താണ് ആനിമൽ കാർക്കീസസ്. പിന്നെന്താണ് ബോഡി ഫ്ലൂയിഡ്സുകൾ, റിസർച്ചുകളുമായി ബന്ധപ്പെട്ട് ബോഡി ഫ്ലൂയിഡ്സുകൾ. ഇതൊക്കെ എന്താണ് പാത്തോളജിക്കൽ വേസ്റ്റ്.
ക്യാൻസർ ബയോപ്സി. ഇപ്പൊ എന്താണ് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു തടിപ്പ് കണ്ടാൽ എന്ത് ചെയ്യും, അത് കട്ട് ചെയ്തിട്ട് അത് ബയോപ്സിക്ക് അയക്കില്ലേ. അപ്പൊ എന്താണ്, അതൊരു ബോഡി പാർട്സ് ആണല്ലേ, അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനാണ്. എന്തുകൊണ്ടാണ് അത് വന്നത്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ക്യാൻസർ ആണോ, അങ്ങനെയൊക്കെ സ്റ്റഡി ചെയ്യാനാണ് അല്ലെ അത് കട്ട് ചെയ്ത് കണ്ട ഒരു ഓട്ടോപ്സി, ഇതിനൊക്കെ ഓട്ടോപ്സി അല്ല ബയോപ്സിക്കൊക്കെ അയക്കുന്നത്. ക്ലിയർ ആയോ ഇത്രയും ഭാഗം? നെക്സ്റ്റ് എടുത്താല് ടൈമില്ല. ഇത് നമ്മുടെ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ് ചെയ്യാനായിട്ടുള്ള റൂൾസും കാര്യങ്ങളുമാണ് നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ. ആ ഭാഗം സിമ്പിൾ ആണ് കേട്ടോ. ആർക്കും ഡൗട്ട്സ് ഇല്ല? എല്ലാം ക്ലിയർ ആയി? മിസ്സത്തെ ഇത്രയും ഭാഗം ക്ലിയർ ആയി? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത സെക്ഷൻ എടുക്കാം കേട്ടോ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.